എല്ലാവർക്കും നമസ്കാരം. +1 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന വിവരത്തെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡാറ്റ, എന്തൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഇനി കിട്ടിയ ഡാറ്റ, ആ കളക്ട് ചെയ്ത പ്രൈമറി ഡാറ്റ ആവട്ടെ സെക്കൻഡറി ഡാറ്റ ആവട്ടെ, ഈ രണ്ട് രീതിയിലാലൊന്ന് നമ്മൾ എടുത്തു വെച്ച ഡാറ്റയെ ഇനി ഓർഗനൈസേഷൻ ചെയ്യണം. നമുക്ക് കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷൻ ചെയ്യണം. അതിനെയാണ് എന്ത് പറയുക? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് കിട്ടിയ മാർക്ക്, ഉദാഹരണത്തിന് ഒരു ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ എക്കണോമിക്സിലുള്ള കഴിവിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് കിട്ടി. അപ്പോൾ 20, 10, 15, 11, 12 എന്ന് പറയുന്ന വിവരങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തല്ല ക്ലാസിഫൈ ചെയ്തിട്ടില്ല. കിട്ടിയ മാർക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനത്തെ ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. എന്തില്ല, കളക്ട് ചെയ്യാത്ത ഡാറ്റയ്ക്ക് പറയുന്ന പേരാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ആ കിട്ടിയ റോ ഡാറ്റയെ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ 4 രീതിയിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ആ ക്ലാസിഫൈ ചെയ്യുന്ന 4 കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. ഇപ്പോൾ ഈ മോഡൽ എക്സാം നടന്നിരുന്നു. ആ മോഡൽ എക്സാമിന് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് തന്നിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ്, ഒരു ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി 2 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക? താഴെ ഇവിടെ കൊടുക്കാം. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പല രീതിയിലുമാണ് ഇത് ചോദിക്കാറുള്ളത്. ഈ പറയപ്പെടുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, 4 രീതിയിലാണ് ഡാറ്റകളെ, നമുക്ക് കിട്ടിയ വിവരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് 4 രീതിയിലാണ്. ഒന്നാമത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 2 ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. കിട്ടിയ വിവരത്തെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണയുള്ള തരംതിരിവ്, അങ്ങനെ എന്തോ ആണ് മലയാളം വരുന്നത്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കിട്ടിയ വിവരങ്ങളെ വർഷം, മാസം, ആഴ്ചകൾ, അതുപോലെ തന്നെ ദിവസങ്ങൾ എന്നിവകളുടെ അടിസ്ഥാനം, അഥവാ അതാണല്ലോ കാലങ്ങൾ എന്ന് പറയുന്നത് അതാണല്ലോ. ആ കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണെന്ന് പറയുക ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. നമ്മളൊരു ബോഡി ഒന്ന് ക്ലിയർ ആക്കണം, നോമ്പൊക്കെയാണ് വരുന്നത്, എന്ത് ചെയ്യണം? ഡയറ്റ് ചെയ്ത് ബോഡി എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണം, തൂക്കം കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യമാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന്, നമ്മൾ തൂക്കം, ഇങ്ങനെ 2 ക്ലാസിഫൈ ചെയ്യാണ്. എന്താണ് ക്ലാസിഫൈ? ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, 3rd വീക്ക്, 4th വീക്ക്. അങ്ങനെ 4 ആഴ്ചകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാസത്തിലെ നമുക്ക് ഈ ഒരു നോമ്പാകുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യാൻ. അങ്ങനെ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണ്. ആദ്യം 100 കിലോനാണ് ഉണ്ടായിരുന്നു, അതെന്താക്കി 80 ആയി. അത് 80 ഉള്ളത് 71 ആയി. അവസാനം 70 തൂക്കമായി മാറി. അങ്ങനെ ഈ ഒരു ക്ലാസിഫൈ ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ. ആഴ്ച എന്ന് പറയുന്നത് എന്താണ്? ക്രോണോളജിക്കലാണ്. അന്ന് ഇത് മാസമാക്കുക. ഉദാഹരണത്തിന് ഇനി അടുത്ത ഇതാക്കുകയാണെങ്കിൽ 2 വർഷമാണ് +1 +2. ആ +1 +2 നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഇത്ര മാസം, അഥവാ ഫസ്റ്റ് ഇയറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ എക്സാമിൽ വന്ന മാർക്കുകളെ അവലോകനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേതാണ്? ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഓരോ മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിനെയാണെന്ന് പറയുക ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി അടുത്തതാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ജോഗ്രഫിയിൽ നമ്മൾ ജോഗ്രഫി 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. ആ ജോഗ്രഫിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ്, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, തരംതിരിവ്. ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഒരു രാജ്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അല്ലേ? ആ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു, ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, നദികൾ, അങ്ങനത്തെ ഐറ്റംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നിൽക്കുന്നത് സാക്ഷരതാ നിരക്കാണ്.
സാക്ഷരതാ നിരക്കാണ് നമ്മൾ അല്ലെങ്കിൽ വിജയശതമാനം. വിജയശതമാനത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഓരോ സംസ്ഥാനങ്ങളെ എടുത്തിട്ട് അതിൽ വിജയശതമാനം. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഒന്ന് കേരളയിൽ 97%, തമിഴ്നാട് 90%, കർണാടക 88%. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളാവട്ടെ, രാജ്യങ്ങളാവട്ടെ, ഓരോ നാടുകളാവട്ടെ, ഉദാഹരണത്തിന് മൂർക്കനാട്, പൂക്കാട് ഐറ്റംസ് സ്ഥലങ്ങളെക്കുറിച്ച്, അവിടെ ഉള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെക്കുറിച്ച്, അവിടെ ജോലി ഇല്ലാത്ത ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ക്ലാസിഫിക്കേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ്? ആ സ്ഥലത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണെന്ന് പറയുക ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? നിറം നമ്മളൊരു ക്വാളിറ്റിയാണ്, ജാതി ഒരു ക്വാളിറ്റിയാണ്, മതം ക്വാളിറ്റിയാണ്, ലിംഗം, സെക്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയെ എടുത്തിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കി. ആ മനുഷ്യൻ 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് സ്ത്രീ, പുരുഷൻ, ട്രാൻസ്, അങ്ങനെ 3 രീതിയിൽ. ഈ സ്ത്രീകൾ തന്നെ ഇതിൽ വിവാഹം കഴിഞ്ഞ ആളുകൾ, വിവാഹിതർ, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനമായിക്കോട്ടെ, ഇതിൽ മതമുള്ളവരുണ്ടാവും, മതമില്ലാത്തവരുണ്ടാവും. ഈ മതമുള്ളതിൽ തന്നെ ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, അങ്ങനെ മതമില്ലാത്തതിൽ പിന്നെ അങ്ങനെ ഉണ്ടായില്ല. പുരുഷന്മാരിൽ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ മതമുള്ള ആളുകൾ, മതമില്ലാത്ത ആൾ, ട്രാൻസിലും മതമുള്ളത്, മതമില്ലാത്ത ആളുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്വാളിറ്റിയാണ്. ആ ആളുകളുടെ ക്വാളിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അവസാനത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ, അഥവാ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് വിവരങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. മാർക്ക്, എക്കണോമിക്സിൽ കിട്ടിയ മാർക്കാണ് കുട്ടികൾ. 15 മാർക്ക് കിട്ടിയ ആൾ 6, 14 മാർക്ക് കിട്ടിയ ആൾ 6, 13 മാർക്ക് കിട്ടിയ ആൾ 5. അങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മാർക്കുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനാണ് എന്ത് പറയുക? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നമ്മുടെ വയസ്സ് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്, ഉയരം അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇത്രയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഡാറ്റകൾക്കാണെന്ന് പറയുക വേരിയബിൾസ് എന്ന് പറയുക. മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന പെട്രോൾ വില മാറ്റം വരുത്താൻ പറ്റും, ഒരു മനുഷ്യൻ്റെ തൂക്കം മാറ്റം വരുത്താൻ പറ്റും, അതുപോലെ തന്നെ ഒരാളുടെ മറ്റേ വേജ്, കൂലി നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുന്ന സാധനങ്ങൾ ആണ് ഈ ഒരു പറയപ്പെടുന്ന വേരിയബിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേരിയബിൾസിനെ കുറിച്ചിട്ട് നമുക്ക് +2 കുറിച്ച് പഠിക്കാനുണ്ട്, വേരിയബിൾ ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി 2 രീതിയിലാണ് എന്തുള്ള വേരിയബിൾസ് ഉള്ളത്. ഒന്നാമത്തത് കണ്ടിന്യൂസ് വേരിയബിളും, 2 ഡിസ്ക്രീറ്റ് വേരിയബിളും. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാ ഭിന്നസംഖ്യകൾക്കും പ്രവേശിക്കുന്ന സ്ഥലമാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൂക്കം, ഒരാളുടെ വെയിറ്റാണ് നോക്കുന്നത്, 85.6, 85.4. ഇതൊക്കെ ഭിന്നസംഖ്യകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന, വരാൻ പറ്റുന്ന ഒരു ഇതിനാണെന്ന് പറയുക കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭിന്നസംഖ്യകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശിക്കാൻ പറ്റും. 85 പോയിന്റ്. ഒരാളുടെ ഏജ് എന്ന് പറയുമ്പോൾ 26.5 ഏജ് എന്ന് പറയണം, 26.5 വയസ്സ്.
ഒരാൾ പറയാണ് 27.3 അഥവാ 3 മാസമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയണം. 27 വയസ്സായിട്ടുണ്ട് 3 മാസമായിട്ടുണ്ട് എന്നൊക്കെ പറയണം. അതൊക്കെ എന്താണ്? അതിൽ ഭിന്നസംഖ്യകൾക്ക് എന്ത് ചെയ്യുക, പ്രവേശിക്കാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് എന്ത്, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യുക, നമുക്ക് അതിൽ ഭിന്നസംഖ്യകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു വേരിയബിളാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ക്ലാസ് പഠിക്കുന്ന 15 കുട്ടികൾ ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. 15.5 കുട്ടികൾ എന്നതില്ല നമ്മൾ പറയില്ല. അങ്ങനെ ഒരു കുട്ടിയുടെ പകുതിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ആളുടെ വയസ്സല്ല, ഡിസ്ക്രീറ്റ് സീരീസിന് 15 കുട്ടികൾ, അതിൽ മറ്റ് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് അതിന് എടുക്കുക. കുട്ടികളുടെ എണ്ണം പറയുമ്പോൾ 15 കുട്ടികൾ, 15.5 കുട്ടികളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, 15.3 കുട്ടികളെന്നൊന്നും എന്ത് ചെയ്യില്ല നമ്മൾ പറയില്ല. അത് ഒരൊറ്റ കറക്റ്റായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അത് ഇത്രയും കാര്യങ്ങളാണ് വേരിയബിൾസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വൺ വേർഡ് ഭാഗങ്ങളാണ് ഇത് കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും.